രജിത, മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു. പോര് ഒരു വശത്ത് തുടരുന്നു. AICC നിരീക്ഷകരായ മുകൾ വാസനിക്കും അജയ് മകനും എത്തിയിട്ടുണ്ട്. ആർക്ക് നറുക്ക് വീഴും എന്നതാണ്. KC-VD ചെന്നിത്തല തങ്ങളുടെ ബലാബലം തുടരുന്നുമുണ്ട്. അപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരുന്നു. മുഖ്യമന്ത്രി ചർച്ച മുറുകുമ്പോൾ MP ആയിരിക്കുന്ന KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് ശരിയാണോ എന്നതാണ് രജിത്ത്. അശ്വതി, പ്രധാനമായി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവരിൽ ആരിലേക്കായിരിക്കും ഈ നേതൃത്വം ഇപ്പോൾ വന്നിരിക്കുന്ന നിരീക്ഷക സംഘം എത്തിച്ചേരുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ചത് തന്നെയാണ്. MP-മാർ മത്സര രംഗത്തേക്ക് വേണ്ട എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ തീരുമാനിച്ചതും ഇതേ ഹൈക്കമാൻഡ് തന്നെയാണ്. അതേ ഹൈക്കമാൻഡ് KC വേണുഗോപാലിന് വീണ്ടും അനുമതി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അനുമതി നൽകിയാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി നൽകുന്നത് എന്നത് സംബന്ധിച്ചാണ് അറിയേണ്ടതും. ഒപ്പം തന്നെ നേരത്തെയുള്ള രണ്ട് ക്യാമ്പുകൾ, VD സതീശന്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും ക്യാമ്പുകൾ ഇത് വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. കാരണം മുതിർന്ന നേതാവ് എന്ന പരിഗണന തനിക്ക് ലഭിക്കുമെന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ വിജയത്തിന് നേതൃത്വം നൽകിയ ആളെന്ന പരിഗണനയും ഒപ്പം തന്നെ തന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുമെന്ന് VD സതീശനും വിചാരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ അവർ വൈകിട്ടോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്നു. നാളെ രാവിലെയാണ് നാളെയാണ് നിർണായകമായ ദിവസം എന്ന് പറയുന്നത്. ഈ 60 MLA-മാരെയും UDF-ൻ്റെതായിട്ടുള്ള എല്ലാ MLA-മാരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നാളെ KPCC-യിലേക്ക്. രാവിലെ 10 മണിയോടുകൂടി എല്ലാ MLA-മാരോടും അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോടും അവിടേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇവരെ ഒന്നിച്ചിരുത്തിയും അതിനുശേഷം ഓരോരുത്തരെയായും ഈ നിരീക്ഷക സംഘം കാണുകയും അഭിപ്രായം തേടുകയും ചെയ്യും. ഇന്ന് വന്ന സംഘം ആദ്യം തന്നെ വ്യക്തമാക്കിയത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ നടത്തും. ഒപ്പം തന്നെ അവർ പറഞ്ഞു, ഘടകകക്ഷികളുമായും ആവശ്യമെങ്കിൽ ചർച്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി തേടും. അങ്ങനെ MLA-മാർ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയും ഇല്ലെങ്കിൽ അതിനുശേഷം മുതിർന്ന നേതാക്കളുടെയും അതിനുശേഷം ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ തേടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സംഗ്രഹം അത് അവർ റിപ്പോർട്ടാക്കി ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഹൈക്കമാൻഡ് ആയിരിക്കും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുക എന്നതാണ്. അത് നാളെ ഇക്കാര്യത്തിൽ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകും. വിശദമായ ചർച്ചകൾ തന്നെ ഇക്കാര്യത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു പക്ഷേ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. റിപ്പോർട്ട് ഹൈക്കമാൻഡ് കൈമാറിയ ശേഷം അടുത്ത ദിവസം തന്നെ ഞായറാഴ്ചക്കുള്ളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 നേതാക്കന്മാരും വലിയ പ്രതീക്ഷയിലാണ്. 3 ക്യാമ്പുകളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തങ്ങളുടെ ഗുണം അത് അവർ കണക്കാക്കുമെന്നാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തന്നെ വ്യക്തമാണ്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അവർ യുക്തിബോധത്തോടു കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കായിരിക്കും ഞായറാഴ്ചക്കുള്ളിൽ പോകാൻ പോകുന്നത്. നാളെ അതിന്റെ നിർണായക ദിവസം കൂടിയാണ്. അശ്വതി, ശരി, അതുതന്നെയാണ്. കേരളത്തിന്റെ നാഥൻ ആര് എന്നതാണ്. KC-യോ VD-യോ ചെന്നിത്തലയോ എന്നതാണ് ചോദ്യം. എന്തായാലും ഞായറാഴ്ച ഇതിനുള്ള ഒരു ഉത്തരമുണ്ടാകും എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.